السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. بسم الله الرحمن الرحيم وآله وصحبه الأطهار لا سيما رفيقه في الغار. ആല് സ്വഹബിന്റെ വിവരം പറഞ്ഞ് അവിടെ നിർത്തുകയാണല്ലോ ഇന്നലെ ചെയ്തത്. ഇനി അതിന്റെ ബാക്കി അരവൈത്ത് ലാ സിയമ റഫീഖഹു ഫിൽ ഗാരി അല്ലെങ്കിൽ റഫീഖിഹി ഫിൽ ഗാരി അല്ലെങ്കിൽ റഫീഖുഹു ഫിൽ ഗാരി. മൂന്ന് തർക്കീബും പറ്റും. റഫ് പറ്റും, ജറ് പറ്റും, നസ്ബും പറ്റും. അതിന്റെ തർക്കീബാണ് ആദ്യം പറയുന്നത്. എപ്പോഴും വരുന്ന, പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു കെലിമത്താണ് ലാസിയമ. പ്രത്യേകിച്ചും വിശേഷിച്ചും എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം പറയുന്നതെങ്കിലും അതിന്റെ മഖ്സൂദ് മാനയാണ്. നേരെ ലഫ്ളിന്റെ മാന എന്താണെന്നും അതിന്റെ തർക്കീബ് എന്താണെന്നും മഹാനവറുകൾ വിവരിക്കുന്നുണ്ട്. മനസ്സിലാക്കി വെച്ചാൽ പിന്നേക്ക് ഫലപ്പെടും. ലാ സിയമ റഫീഖുഹു ഫിൽ ഗാരി. ലാ മിൻ ലാ സിയമ എന്നതിൽ നിന്നുള്ള ലാ എന്നത് നാഫിയത്തുല്ലിൽ ജിൻസി, ജിൻസിനെ നഫി ചെയ്യുന്ന ലായാണ്. ലാ ഹൗല എന്നൊക്കെ പറഞ്ഞ പോലെ, ലാ റജുല ഫിദ്ദാരി എന്നൊക്കെ പറയും പോലെ ജിൻസിനെ നഫി ചെയ്യുന്ന ലായാണ് ലാ. സിയ, ലാന്റെ ശേഷം വന്ന സിയ എന്നത് മിസില. സിയ എന്നത് മിസില പോലെയാണ്, വസനിലും മിസില പോലെയാണ്, വമാനൻ മാനയിലും മിസിലൻ. അപ്പൊ ലാ സിയ എന്ന് പറഞ്ഞാൽ ലാ മിസില എന്നാണ് അർത്ഥം. പിന്നെ വമാനൻ, രണ്ടും ലഫ്ളിലും മാനയിലും വസനിലും മാനയിലും സിയ പോലെ തന്നെയാണ്. ഈ സിയ എന്നത് ഇസ്മുഹ, ഈ ലാന്റെ ഇസ്മാണ്. ലാ സിയ എന്നോർത്ത് സിയ ജിൻസിനെ നഫി ചെയ്യുന്ന ലാന്റെ ഇസ്മാണ്. വഖബറുഹ മഅ്ദൂഫുൻ വുജൂബൻ. ലാ റജുല മൗജൂദുൻ ഫിദ്ദാരി, അങ്ങനെ ഉണ്ടാകുക. ലാ റജുല മൗജൂദുൻ എന്നതുപോലെ ലാ സിയ മൗജൂദുൻ, സിയ ഇസ്മും മഅ്ദൂഫായ വുജൂബായ മൗജൂദ് എന്നത് അതിന്റെ ഖബറുമാണ്. ഖബർ എപ്പോഴും മഅ്ദൂഫായിരിക്കും. മഅ്ദൂഫാകൽ വുജൂബ് അതിൽപ്പെട്ടതാണ്. ഐ സാബിത്തുൻ അർത്ഥം. മൗജൂദ് തഖ്ദീർ ചെയ്യാം, അല്ലെങ്കിൽ സാബിത്തുന്ന് തഖ്ദീർ ചെയ്യാം. ഇനി സിയ എന്ന ലഫ്ളിന്റെ അസ്ല് സിവിയാന്ന. സിവിയ മിസ്ല് അങ്ങനെയാണല്ലോ. മിസ്ല് പോലെയാണെങ്കിൽ സിവിയ് എന്നാണ്ടാകുക. ഫഖുലിബത്തിൽ വാവു യാഅൻ. ഈ സിവിയ എന്നതിലെ വാവിനെ യാ ആയി മറിച്ചു. പണ്ട് സഞ്ചാരി നമ്മൾ പഠിച്ചേക്ക് നിജത്തിമായ മാല്യായി വാവും യാവും ഒരു കലിമത്തിൽ ഒരുമിച്ച് കൂടുകയും വസബ്ഖി ഇഹ്ദാഹുമാ ബിസുകൂൻ, രണ്ടാലൊന്ന് സുക്കൂൻ കൊണ്ട് മുൻകടക്കുകയും ചെയ്താൽ വാവിനെ മറിച്ച് യാ ആക്കണം എന്ന്. അപ്പൊ സുക്കൂനായ യാവും മുത്തഹരിക്കായ യാവും കൂടി ഒരുമിച്ച് കൂടിയപ്പം ഫില്ലായി. ഈ യാ ആയി മറിക്കപ്പെട്ട വാവിനെ ഇവിടെ ഉള്ള വാവിൽ ഇദ്ഗാം ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് സിയ ആയത്. ഇനി അപ്പൊ ഈ സിയന്റെ ശേഷം വരുന്നതോ ഖബർ മഅ്ദൂഫായിരിക്കും. അതിന്റെ ശേഷം വരുന്ന ഇസ്മ് ഇവിടെ ഇപ്പം റഫീഖുഹു എന്ന ഇസ്മാണ് ശേഷം വന്ന്. ഈ ഇസ്മിൽ പറ്റും. എങ്ങനത്തെ ഇസ്മ്? അൽ വാഖിഅ ബഅദ മാ. സിയന്റെ ശേഷം ഒരു സായിദായ മാ ഉണ്ട്. ഇനി മൗസൂലായിട്ടൊന്ന് തർക്കീബ് വെക്കാം അവന്, അതിന് പറയും. ഇപ്പോ ഈ മാന്റെ ശേഷം വരുന്ന ഇസ്മ് അൽ ജറു, ജറ് പറ്റും, അതാണ് ഏറ്റവും ഉത്തമം. റഫ്ഉം പറ്റും. അപ്പൊ റഫീഖിഹി എന്ന് ജറ് കൊണ്ട് വായിക്കാം, റഫീഖുഹു എന്ന് റഫ് കൊണ്ടും വായിക്കാം. മുത്ലഖ് എന്ന ഈ ഇസ്മ് നെക്കിറ ആയിരുന്നാലും മാരിഫ ആയിരുന്നാലും, നെക്കിറ എന്നോ മാരിഫ എന്നോ വ്യത്യാസമില്ല. ഏതായാലും ജറും റഫും ജായിസാണ്. ഇനി നസ്ബോ, നസ്ബ് എല്ലായിടത്തും പറ്റൂല. വൻ നസ്ബും ജായിസാവും. പക്ഷെ അതിന് ഷർത്തുണ്ട്. ഇൻകാന നെക്കിറത്തൻ, ഈ സിയമന്റെ ശേഷം വരുന്ന ഇസ്മ് നെക്കിറയാക്കപ്പെട്ട ഇസ്മാണെങ്കിൽ സി റഫീഖഹു എന്ന് നസ്ബു കൊണ്ടും വായിക്കപ്പോ തമീസായിട്ടാണ്. വഖദ് റുവിയ ബിൽ ഔജുഹി സലാസത്തി, ജറ് കൊണ്ടും റഫ് കൊണ്ടും
നസ്ബ് കൊണ്ടും മൂന്ന് കൊണ്ടും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖൗലുഹു ഇംറുൽ ഖൈസ് എന്ന പ്രസിദ്ധ കവിയുടെ ഒരു കവിത എന്താണിത്? വലാസിയമാ യൗമുൻ ബിദാറത ജുൽജുലി വലാസിയമാ യൗമുൻ വലാസിയമാ യൗമിൻ വലാസിയമാ യൗമൻ ബിദാറത ജുൽജുലി. ലാസിയമന്റെ ശേഷം യൗമുൻ എന്ന് റിവായത്തുണ്ട്, യൗമിൻ എന്ന് ജറുകൊണ്ടും റിവായത്തുണ്ട്, യൗമൻ എന്ന് നസ്ബുകൊണ്ടും റിവായത്തുണ്ട്. എന്താ ഈ സിയമന്റെ ശേഷമുള്ള നെക്കിറ ഇസ്മാണ് അവിടെ, യൗമാണല്ലോ. യൗമ് നെക്കിറയാണ്. നെക്കിറ മൗസൂഫ എന്ന് പറയും. ബിദാറത്തെ ജുൽജുലി കൊണ്ട് സിഫ്ത് അറിയപ്പെട്ടത്. നെക്കിറക്ക് നെക്കിറ കൊണ്ട് സിഫ്ത് പറഞ്ഞാൽ നെക്കിറക്ക് തഖ്സീസ് കിട്ടുന്നല്ലാതെ ആരിഫാവൂലല്ലോ. അങ്ങനെ വരുമ്പോ നസ്ബം പറ്റും. ഇനി ഇങ്ങനെ മൂന്ന് തർക്കീബും സിയമന്റെ ശേഷം വരുന്ന ഇസ്മിൽ പറ്റുമെങ്കിലും വൽ ജറു അർജഹുഹാ, ഇതിൽ ഏറ്റവും റാജിഹായ ഇറാബ് ജറാണ്. അപ്പൊ ലാ സിയമ റഫീഖിഹി ഫിൽ ഗാരി എന്നതാണ് റാജിഹായ തർക്കീബ്. അപ്പൊ ഇതിന്റെ തർക്കീബ് എന്താ ഉണ്ടാകുക? വഹുവ അലാ ഇളാഫത്തി സിയ ഇലൈഹി. വഹുവ ഈ ജറ് ചെയ്യുന്നത് അലാ ഇളാഫത്തി സിയ, സിയ എന്ന ഇസ്മിനെ ഇളാഫത്ത് ചെയ്തിട്ടാണ് ഇലൈഹി ശേഷമുള്ള ഇസ്മിലേക്ക്. ഇപ്പൊ ഇവിടെ പറഞ്ഞ റഫീഖ് എന്ന ഇസ്മിലേക്ക്. പക്ഷേ അതിൻ്റെ അടുക്ക് മാ ഉണ്ടല്ലോ, അതിന് പറയണ മാ. അങ്ങനെ വെക്കുമ്പോൾ മാ സായിദത്തും ബൈനഹുമാ, മുവാഫ് മുവാഫിലൈൻ്റെ ഇടയിൽ സായിദയാണ്, ഖാഫത്തല്ല സായിദയാണ്. അപ്പോ ലാ സിയമ റഫീഖിഹി എന്ന്, അപ്പം മാ ഇല്ലാതെ ലാ സിയ റഫീഖിഹി എന്ന് പറയുന്ന അതേ മഅന വന്നു. മാ സായിദയാണ്, സിയ മുവാഫും റഫീഖ് മുവാഫിലൈയായിട്ട്. ഏതുപോലെ ഉദാഹരണം ഖുർആനിൽ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞു, മിസ്ലഹ ഫി അയ്യമൽ അജലൈനി ഖളൈതു ഫലാ ഉദ്വാന അലയ്യ എന്ന് മൂസാ അലൈഹിസ്സലാം പറയുന്നതായിട്ട് അല്ലാഹു തആല കാട്ടിയിട്ടുണ്ട്. അവിടെ അയ്യമൽ അജലൈനി എന്ന് ജറുകൊണ്ടാണ് പറയുന്നത്. ഈ അയ്യിന്റെയും അയ്യാറിന്റെ ഇസ്മിൻ മുദാഫിന്റെയും അജലൈനി എന്ന മുദാഫിലിന്റെ ഇടയിൽ മാസായിദയാണ് എന്നതുപോലെ സിയമ റഫീഖിഹി എന്ന് പറഞ്ഞുകൊടുത്ത് മാൻ എന്ന് പറഞ്ഞത് സിയ എന്ന് പറഞ്ഞ മുദാഫിന്റെയും റഫീഖിഹി എന്ന മുദാഫിലിന്റെയും ഇടയിൽ സായിദയാണ്. അതാണ് ജറിന്റെ തർക്കീബ്. അമർ റഫീഖുഹു ഫിൽ ഗാരി എന്ന് റഫ് കൊണ്ട് ഓതുകയാണെങ്കിലോ ഫഹുവ അലാ അന്നഹു ഖബറുൻ ലിമുബ്തദിഇൻ മഅ്റൂഫ്. അപ്പോ ലാസിയ ഇസ്മ് എന്നിട്ട് ഒരു മഅ്റൂഫായ മുബ്തദ തഖ്ദീർ ചെയ്യുക. ആ മുബ്തദന്റെ ഖബറാണ് റഫീഖുഹു. അപ്പൊ ഹുവ റഫീഖുഹു എന്ന് കൂട്ടുക. അപ്പൊ ജുംലയാണ്, ഇത് മുബ്തദയും ഖബറും കൂടിയ ജുംലയാണ്. അപ്പൊ അതിന്റെ ഖബറാണ് റഫീഖുഹു എന്നത്. അപ്പൊ പിന്നെ മായോ വമാ, മാ എന്നത് സിയമ എന്നതിലെ മാ ഈ തർക്കീബ് പ്രകാരം മൗസൂലിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ജേഷുള്ള ജുംല സില, ജുംല റാബിത്തായിട്ട് ഈ മഅ്റൂഫായ മുത്തഅ ലമീർ ഹുവ എന്ന് പറയുന്ന ആ മുത്തഅ ലമീർ റാബിത്ത്. അപ്പോ ലാ സിയമ എന്ന് മാ മൗസൂലാന്റെ ഇസ്മായിട്ടും ശേഷമുള്ള മുബത്തയും ഖബറും കൂടിയ ജുംല ഖബറായിട്ടും വെക്കുക. ഇനി ഔ നക്കിറത്തും മൗസൂഫ, മാ നെക്കിറാണ് എന്തല്ല മൗസൂലിന്റെ ഇസ്മല്ല, അപ്പോഴും ഇസ്മിനെ ഷെയ് എന്നുള്ള മാന. ലാ സിയ പറഞ്ഞതിന് ശേഷം മാ എന്ന് പറഞ്ഞാൽ ഷെയ് എന്നുള്ള നെക്കിറിന്റെ മാനക്കുള്ള മാക്കുക. അപ്പൊ ശേഷമുള്ള ജുംല മുത്തയും ഖബറും കൂടിയ ജുംല അതിന്റെ സിഫത്താണെന്നും വെക്കുക. അപ്പോൾ നെക്കിറ മൗസൂഫയാണ്, മാ എന്ന് വെച്ചിട്ട് ശേഷമുള്ള ജുംല അതിന്റെ സിഫത്തായിട്ടും വെക്കുക. മറ്റേ മൗസൂലയാണെന്ന് വെച്ചാൽ ശേഷമുള്ളത് മുത്തയും ഖബറും കൂടിയ ജുംല സിലയാണ് നോക്കുക. തഖ്ദീറു രണ്ടായാലും വലാ മിസ്ലല്ലദീ ഹുവ റഫീഖുഹു എന്ന്. ഇപ്പൊ മാ എന്ന് പറഞ്ഞ മാ അല്ലദീ കൊണ്ട് തഖ്ദീർ ചെയ്ത് മൗസൂലയാക്കി, ഹുവ റഫീഖുഹു എന്ന് പറഞ്ഞ മഅ്റൂഫായ മുത്തയും ഖബറും കൂടിയ ജുംല അതിന്റെ സിലയാക്കി. ഇനി നെക്കിറ ഈ മാ എന്നത് നെക്കിറ മൗസൂഫയാക്കുമ്പോഴോ അപ്പൊ ഇങ്ങനെ അർത്ഥം വരിക, വലാ മിസ്ല ഷൈഇൻ ഹുവ റഫീഖുഹു. മാ എന്ന് പറഞ്ഞ നെക്കിറ ഷെയ് എന്ന നെക്കിറന്റെ മാനക്ക് ഹുവ റഫീഖുഹു എന്ന് പറഞ്ഞ മുത്തയും ഖബറും കൂടിയ ജുംല അതിന്റെ സിഫത്ത്. അങ്ങനെ വരുമ്പോ സിയ മുദാഫാണ്, വമാ മുദാഫിലിയാണ്. രണ്ടായാലും ഇസ്മാണല്ലോ, മൗസൂലാണെങ്കിലും ഇസ്മാണ്, നെക്കിറ ഷെയ് എന്ന് പറഞ്ഞ ആണെങ്കിലും അങ്ങനെ തന്നെ മുദാഫിലി ഏറ്റെടുക്കും. ഫഅലാ കുല്ലി മിൻ വജ്ഹിൽ ജർരി വറഫഇ. ഇപ്പൊ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ വജ്ഹാവുന്ന ജറിന്റെ വജ്ഹും
രണ്ടാമത് പറഞ്ഞ റഫിന്റെ വജയിലും തക്കൂന് ഫതഹത്തു സിയ, സിയ എന്നതിന്റെ ഫതഹത്തു ഇറാബിൻ, ഇറാബിന്റെ ഫതഹത്താണ്. കാരണം എന്താ? ഇസ്മ ല നാഫിയത്ത്, നഫിന്റെ ജിൻസിനെ നഫി ചെയ്യുന്നല്ല. അതിന്റെ ഇസ്മ ഇതാക്കാന മുവാഫൻ, ശേഷമുള്ളതിലേക്ക് മൗസൂലായാലും വേണ്ടിയില്ല നക്കിറായാലും വേണ്ടിയില്ല, ശേഷമുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടാൽ മൻസൂബായിരിക്കും, ആ ഇസ്മ മൻസൂബായിരിക്കും. ഒമാ നസ്ബു നക്കിറത്തി മാ ഷെയ് എന്നുള്ള അർത്ഥത്തിനാണെങ്കിലോ നക്കിറത്ത് സിയന്റെ ശേഷമുള്ള മാ നക്കിറ മൻസൂബാകുന്നത് ഫഅല തമ്മീസി, അല്ല ഇസ്മ മൻസൂബായിട്ട് വരാം. റഫീഖഹു എന്ന് വെച്ചു, സിയമാ റഫീഖഹു എന്ന് മൻസൂബായിട്ട് വായിക്കുകയാണെങ്കിൽ തമ്മീസ് എന്നുള്ള ആൾക്ക്. വമാ കാഫത്തുൻ, മാ കാഫയാണ് അലൽ ഇളാഫത്തി, ഇളാഫത്തിന്റെ മാന വെച്ചാലും, അതായത് മൗസൂലായാലും ഇളാഫത്താണ്, നക്കിറായാലും ഇളാഫത്താണ്, അതനുസരിച്ച് കാഫത്താണ്. ഫതഹത്ത് എന്ന് പറഞ്ഞാലോ അപ്പൊ ഇറാബിന്റെ ഫതഹത്തല്ല. ലാ സിയമ എന്ന് പറഞ്ഞോടത്തോളം ഫതഹത്ത് ഫതഹത്തു ബിനായിൻ മിസ്ലുഹാ ഫി ലാ റജുല എന്നതിലുള്ള പറഞ്ഞു. കുറച്ചൊന്ന് വിശദമായി പറഞ്ഞു നേട്ടം തർക്കിയത്, അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നത്, ഞാൻ വിഷയം തീർക്കാം. വൽ മായന, ബെയ്ത്തിന്റെ മായന വസ്സലാത്തു വസ്സലാമു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സദാസമയത്തുമുള്ള സ്വലാത്തും സലാമുമാകുന്നത് അല സ്വഹ്ബി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബ് കിറാമുകളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. പ്രത്യേകിച്ച് ലാ മിസ്ല റഫീഖി, പ്രത്യേകിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിക്ക് തുല്യമായ വേറെ ആരുമില്ല ആ വിഷയത്തിൽ. ഫൈന സ്വലാത്ത് അലൈഹി, മഹാനായ അവിടുത്തെ റഫീഖിന്റെ മേലുള്ള സ്വലാത്ത് അതമ്മു മിൻഹ അലൈഹി, ബാക്കി എല്ലാ സ്വഹാബാക്കളിലും മേലും ഉള്ളതിനേക്കാൾ അതമ്മായിട്ടുണ്ട്. പഹലു മസലയിലുള്ള നീർവായി യാനി എന്ന് പറഞ്ഞാൽ സലാത്ത് സലാമും സഹാബാക്കളുടെ മേലിലാണ് എന്ന് ഖബർ പറയല്ല ഉദ്ദേശിക്കുന്നത്. ലഫ്ള് ഖബറായി പറഞ്ഞിട്ട് മന ഇൻഷാ ദുആന്റെ മനക്ക യാനി അത്ലുബു ദാലിക മിനല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ മേലും പ്രത്യേകിച്ച് സിദ്ദീഖുൽ അക്ബർ എന്ന് പറയുന്ന റഫീഖിന്റെ മേലും അള്ളാഹുവിന്റെ സലാത്തും സലാമും സദാ ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാതെ ഇഖ്ബാറല്ല, ഇൻഷാ തന്നെയാണ്. ഇനി വൽ മുറാദു ബി റഫീഖിയൊക്കെ വൽ മുറാദു ബി റഫീഖിഹി ഫിൽ ഗാരി, ഖോർ സൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഫീഖായവർ എന്ന് പറയാൻ കാരണം അത് ആരാണ്? അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ് അൽ ഗാറിലെ റഫീഖ് എന്ന ഇജ്മാ, സഹാബത്തിന്റെ ഇജ്മാ കൊണ്ട് സുബൂത്തായതാണ്, മുഫസ്സിറുകളുടെയും ഇജ്മാ കൊണ്ട് സുബൂത്തായതാണ്. ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന ആയത്തിൽ പറയുന്ന സ്വാഹിബ് എന്ന് അല്ലാഹ് പറഞ്ഞതിന്റെ ഉദ്ദേശം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ് എന്നാണ്. അത് മുഫസ്സിറുകളുടെ ഇജ്മാ കൊണ്ട് സുബൂത്തായതായതുകൊണ്ട് അതിനൊരാൾ ഇൻകാർ ചെയ്യുന്നത് ബിദ്അത്താണ്, അവൻ മുബ്തദി ആയിട്ടാണ് കൂട്ടുക. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടില്ല, എല്ലാവരും പെട്ടല്ലോ. എന്നിട്ട് പ്രത്യേകിച്ചൊന്ന് എടുത്തു പറഞ്ഞ് ഖാസാക്കാൻ കാരണം വസഹബിഹി എന്ന് പറഞ്ഞതിൽ തന്നെ പെട്ടല്ലോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പിന്നെ ലാ സിയമാ റഫീഖുഹു ഫിൽ ഗാരി എന്ന് പ്രത്യേകം പറയാൻ കാരണം തൻവീഹം ബിഅളമി ശൈനിഹി, മഹാനവറുകളുടെ സ്ഥാനത്തിന്റെ മഹത്വത്തെ ആദരിച്ച് പ്രകടിപ്പിക്കുക എന്നായിരിക്കും. എന്താ കാരണം? ഇത് വശൈഖു സഹാബ, ആകെ സഹാബാക്കളുടെ ഗുരുവായ നേതാവാണ്. വഅഫ്ളലുഹും അലൽ ഇത്ലാഖ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബ കിറാമുകളിൽ മൊത്തത്തിൽ ഏറ്റവും അഫ്ളലായവരുമാണ്. അത് സഹാബത്തിന്റെ ഇജ്മാ കൊണ്ട് സുബൂത്തായതാണ്. അപ്പോ മങ്കാനതുവല്ലാഹി മലായികത്തിഹി വജിബ്രീൽ മീകാല പറഞ്ഞതുപോലെ മലായികത്തിഹി എന്ന് പറഞ്ഞാൽ ജിബ്രീലും മീകാലും പെട്ടല്ലോ. അവരുടെ നേതാക്കളും ഇമാമുമാരുമായതുകൊണ്ട് അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നതുപോലെ സഹാബാക്കളിൽപ്പെട്ട ആളാണ്, എന്നാൽ അവരുടെ നേതാവായതുകൊണ്ട് പ്രത്യേകിച്ച് റഫീഖിഹി എന്ന് പ്രത്യേകം പറഞ്ഞു. ഏതാണത്? വൽ ഗാർ ഫീഖിഹി ഫിൽ ഗാർ എന്ന് പറഞ്ഞാൽ ഗാർ സഖബുൻ ഫി അലാ ജബലി സൗർ, സൗർ പർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു ഗുഹയാണ്. അലാ മസീറത്തി നഹ്വി സഅത്തി മിൻ മക്ക, മക്ക ശരീഫിൽ നിന്നിട്ട് ഒരു സാഅത്ത് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ ഏകദേശം ദൂരമുള്ള സ്ഥലമാണ്.
ദഖലഹു നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ വ അബൂബക്കറിൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ഗാർ സൗറിൽ പ്രവേശിച്ചു. ഹീന ഖറജ മുഹാജിറൈനി മിൻ മക്കത്ത ഇലൽ മദീനത്തി, പരിശുദ്ധമായ മക്ക ഷരീഫിൽ നിന്നിട്ടും മഹത്തായ മദീന മുനവ്വറയിലേക്ക് ഹിജ്റ പുറപ്പെട്ട സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും വേണം എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിബിധങ്ങൾ ചെയ്തതാണിത്. എന്ന് പറഞ്ഞാൽ വടക്കോട്ടാണ് നിബിധങ്ങൾ പോകാന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അവരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പോയത് തെക്കോട്ടാ. മക്കയുടെ തെക്ക് ഭാഗത്താണ് ഓർസൗറുള്ളത്. പോകുന്നത് മദീന മക്കയുടെ വടക്ക് ഭാഗത്താണ്. അപ്പൊ ശ്രദ്ധ തിരിക്കാൻ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ജാഗ്രത പാലിക്കണം, ശ്രദ്ധിക്കണം എന്ന്. എന്നിട്ട് ഫദഹബൽ മുശ്രികൂന ഫീ തലബിഹിമ, നാല് ഭാഗത്തും മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും അന്വേഷിച്ച് പുറപ്പെട്ടു. വഖ്തഫു അസറഹുമ, അവരുടെ കാൽപ്പാടുകൾ അന്വേഷിച്ചു പോയി. കാലിന്റെ മണൽ പതിഞ്ഞ ചവിട്ടടി നോക്കിയിട്ട് ആളെ പറയാൻ കഴിയുന്ന കായ്ഫുകൾ ഉണ്ടായിരുന്ന കാലത്ത് അവരെയും കൂട്ടിയിട്ട് അങ്ങനെ പോയി. ഈ അന്വേഷണ സംഘം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഒളിഞ്ഞിരിക്കുന്ന ആ സൗറിന്റെ സമീപത്ത് വരെ എത്തി. അവിടെ എത്തിയപ്പോ പിന്നെ കാൽപ്പാടുകൾ കാണാതായി. അതുവരെ കാൽപ്പാടുകളുണ്ട്, നോക്കിയിട്ട് ഇങ്ങനെ പോന്ന. അവിടെ എത്തിയപ്പോ പിന്നെ കാണാതായി. അങ്ങനെ പറഞ്ഞാലും പലയിടത്തും പരിശോധിക്കാൻ തുടങ്ങി. കാലഭാഗവും കൂട്ടത്തിൽ ചിലർ പറഞ്ഞു ഉന്നുറൂയിലൽ ഗാർ, അവിടെ ഒരു ഗുഹ, ആ ഗുഹയിലൊന്ന് നോക്കിയത്. ഫഖാലു, അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞു ലൈസ ഫിൽ ഗാരി അഹദുൻ, ആ ഗുഹയിൽ ആരും ഇല്ലല്ലോ എന്ന്. എന്നിട്ട് പറയാണ്, അവരങ്ങനെ പറഞ്ഞെങ്കിലും വലൗ നളറു അദ്നാ നളറത്തിൻ, ചെറിയൊരു നോട്ടം ഒരു നോക്കിയിരുന്നെങ്കിൽ ലറഔഹുമാ, കാണുമായിരുന്നു ആ നിലക്ക. പക്ഷെ കാഴ്ച അള്ളാഹ് കൊടുക്കണ്ടേ? ഒരു കഴിവും അല്ലാഹു തആല നേരത്തെ കൊടുത്തു വെക്കുന്നില്ല, അപ്പോൾ കൊടുക്കുന്നത്. അപ്പൊ കാണാനുള്ള കഴിവ് അല്ലാഹു തആല എടുത്തു കളഞ്ഞതല്ല. എടുത്തു കളയണമെങ്കിൽ അത് കൊടുക്കണ്ടേ? അപ്പൊ കൊടുക്കാതെന്നതാണ് അല്ലാഹു തആല കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ എന്നല്ലാഹു. അപ്പോൾ അല്ലാഹു തആല അടിയാറുകൾക്ക് വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാണാനുള്ള കാഴ്ച എന്ന് പറയുന്ന ഖുവ്വത്ത് അള്ളാഹ് അപ്പൊ കൊടുത്തെങ്കിൽ കിട്ടുള്ളൂ. ഓർക്ക് കൊടുത്തില്ല, അതോട് കണ്ടില്ല. പക്ഷേ ഇവർക്ക് ഇങ്ങോട്ട് കാണുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ വേദനയായി, ബേജാറായി. എന്തുകൊണ്ട്? മൂപ്പർക്ക് എന്തോ പറ്റുമെന്ന് പേടിച്ചിട്ടല്ല. ഖൗഫൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരെങ്ങാനും കണ്ടാൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലതും സംഭവിച്ചു പോകുമോ എന്ന പേടിയുണ്ട്. വഖാല, എന്നിട്ട് പതുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പറയാ, തങ്ങളെ ഇന്നഹും ലൗ നളറു തഹ്ത അഖ്ദാമിഹിം, നമ്മളെ നോക്കണ്ട, ഓരോ കാലിന്റെ ചോട്ടക്കൊന്ന് ചുകിന് നോക്കിയാൽ ലറഔന, നമ്മളെ ഒരു കാണുമല്ലോ തങ്ങളെ. അങ്ങനെയാണ് ആദത്ത് എന്നത്ര. കാണാൻ അള്ളാഹ് കുദ്റത്തോടത്തെങ്കിലേ കഴിയുള്ളൂ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്സൻ, സിദ്ദീഖ് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വേദനിക്കണ്ട. ഇന്നല്ലാഹ മഅനാ, അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ ഹിഫ്ള് ഉണ്ട്, അവന്റെ റിയായത്തുണ്ട്. അവൻ നമ്മളെ മുറാഅത്ത് ചെയ്യും, അവന്റെ ഹിഫ്ള് നമുക്കുണ്ടാവും, നിങ്ങൾ പേടിക്കണ്ട. ഫഅമല്ലാഹു അബ്സാറഹും അൻഹുമാ, സിദ്ദീഖ് തങ്ങളെ തൊട്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടും അള്ളാഹു തആല കണ്ണിന് കാഴ്ച കൊടുത്തില്ല. അതുകൊണ്ട് കാഴ്ച മറച്ചു, കാണാൻ കഴിഞ്ഞില്ല. ബസായിറും, അവർക്ക് ഉൾക്കാഴ്ചയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൻ നബിയിനെ, അള്ളാഹുവിന്റെ ഹബീബാവുന്ന റഹ്മത്തുൽ ആലമീന റസൂൽ എന്നുള്ളത് കാണാൻ അവരുടെ കൽബിന് കാണാത്തതുപോലെ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സാഹിബാവുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും കാണാൻ കണ്ണിനും സാധിച്ച അള്ളാഹു തആല അതിനുള്ള കഴിവ് അവർക്ക് അപ്പോൾ കൊടുത്തില്ല എന്നർത്ഥം. ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസമുള്ള ചരിത്രം ആയതുകൊണ്ടാണ് അങ്ങനെ ഖീല എന്ന് പറഞ്ഞത്. ലമ്മാ ദഖല അൽ ഗാറ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൗറിൽ പ്രവേശിച്ച ഉടനെ ബഅസല്ലാഹു ഹമാമത്തൈനി, രണ്ട് കാട്ടുപ്രാക്കളെ അല്ലാഹു തആല അയച്ചു. ഫബാദത അലാ ഫമിൽ ഗാർ, ഈ സൗറിലേക്ക് കടക്കുന്ന ദ്വാരത്തിന്റെ അടുത്ത്, കവാടത്തിന്റെ അടുക്കൽ അവ മുട്ടയിട്ട് അടയിരുന്നു. വൽ അങ്കബൂത്ത, അതുപോലെ തന്നെ വലിയൊരു ചരന്തി, കാട്ടുചരന്തിയെ അല്ലാഹു തആല അയച്ചു. നസജത്ത് അലൈഹി, ആ ഗുഹാമുഖം അത് വല കെട്ടി മറച്ചു.
പിന്നെ അവിടുത്തെ സാഹചര്യമല്ലേ, ഒരു പൊടിക്കാറ്റടിച്ചപ്പോ ആകെ പൊടി വരണ്ടിട്ട് പഴയ പുതിയതായാലും ഇത് പുതിയതാണെന്ന് തോന്നും. അതേ സമയത്ത് പൊടിക്കാറ്റടിച്ചപ്പോ എന്തായി, പൊടി കൊണ്ടിട്ട് ഈ വലമ്പല് ചെലന്തി വലയിലുള്ള ആ നനവോട് കൂടി ആ പൊടി കണ്ട് വന്നപ്പോ ആകെ പൊടി പൊടിച്ച് എത്രയോ കാലങ്ങൾ പഴക്കുള്ളതാണ് ഇത് തോന്നും. ഹത്താ കാലഭാഗം അങ്ങനെ നോക്കിയിട്ട് മുശ്രിക്കീങ്ങളിൽപ്പെട്ട ചിലരെന്നെ പറഞ്ഞു, മാ ബാൽക്കും ബിൽഗാരി, ഈ ഗുഹന്റെ ഉള്ളിൽ എന്താ നിങ്ങൾക്ക് കാര്യം? ഇന്നൽ അങ്കബൂത്ത ഖദ് ഹയ്യമത്ത് അലി, കാട്ടുചിലന്തി കണ്ടില്ലേ, അതിന്റെ പ്രവേശന കവാടത്തിൽ ഹൈമ കെട്ടി താമസിക്കുക, എന്ന് പറഞ്ഞാൽ വല കെട്ടി പറക്കുകയാണ്. വൽ ഹമാം ഖദ് ബാദ അലാ ഫമിഹി, ആ ഗുഹാമുഖത്ത് കാട്ടുപ്രാവ്, മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അടുക്കാത്ത കാട്ടുപ്രാവ് അതാ മുട്ടയിട്ട് അടയിരിക്കുകയാണ്. പറഞ്ഞതിന്റെ അർത്ഥം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇന്നലെ രാത്രി ഇതിൽ കയറിയിട്ട് ഇന്ന് രാവിലെ നമ്മൾ എത്തിയപ്പോക്ക് ഒരു പ്രാവ് വന്ന് മുട്ടയിട്ട് അടയിരിക്കാനും ഇങ്ങനെ പൊടി പൊടിച്ചതായ ചരന്തി വരാനും ഒരു സാധ്യതയില്ല. വല്ലയിടത്തും അത് ഇവിടെ പ്രാവ് മുട്ടയിട്ടിട്ടുണ്ട്, ഈ ചലന്തി വല കെട്ടിയിട്ടുണ്ട്. എത്ര മുമ്പ് വലായും ഇങ്ങനെ ചലന്തി വല കെട്ടാനും സാധ്യമാവില്ല. വലാ ബീളുൻ, ഈ ഈ പക്ഷി ഈ പ്രാവ് മുട്ടയിട്ട് അടയിരിക്കാനും കഴിയില്ല. ബാധത് ഹുരിഹി, ഇന്നലെ രാത്രിയല്ലേ കിടന്ന്, പിന്നെ ഇന്ന് രാവിലെ ഇപ്പൊ അതുണ്ടാവുമോ എന്ന് പറഞ്ഞു. വൈദാലിക അഷാറ സാഹിബുൽ ബുർദ, ബഹുമാനപ്പെട്ട ഇമാം മൂസീരി റഹ്മഹുല്ലാ സൂചിപ്പിച്ചത് ഈ സംഭവത്തിലേക്ക്. ഈ ബൈത്തുകൊണ്ട് ഈ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു നിധി, നിക്ഷേപം. എന്താണത്? മിൻ ഖൈരിൻ, ഖൈറും കറമും. അതായത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ. വകുല്ലു തർഫിൻ മിനൽ കുഫാരി, കാഫറുകളുടെ മുഴുവൻ കണ്ണുകളെയും അൻഹു അമീ, അതിനുള്ളിലുള്ളതിനെ തൊട്ടിട്ട് അന്ധമാക്കിയിരിക്കും. ഫസ്സിദ്ഖു, സിദ്ഖാവുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിൽ ഗാരി, ആ ഗുഹാ അന്തർഭാഗത്തിലുണ്ട്. വസ്സിദ്ദീഖു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അതേ ഗുഹക്കകത്തുണ്ട്. ലം യരിമ, അവർ രണ്ടുപേരും അവിടുന്ന് എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. പക്ഷേ വഹും, ഈ മുശ്രിക്കുകൾ യഖൂലൂന, അവർ പറയാണ്, മാ ബിൽ ഗാരി, ഈ ഗുഹക്കകത്തില്ല, മിൻ അരിമി, ഒരാളുമില്ല. എന്തുകൊണ്ട്? വന്നുൽ ഹമാമ, മുട്ടയിട്ട് അടയിരിക്കുന്ന കാട്ടുപ്രാവിനെ പറ്റി അവർ വിചാരിച്ചു. വന്നുൽ അങ്കബൂത്ത, ഈ വലകെട്ടി കുടിയിരിക്കുന്ന കാട്ടുചലന്തിയെ വിചാരിച്ചു. അല്ല ഖൈരിൽ ബരിയത്തി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുത്തമരായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും തൻസുജ്, അവ വല ഇതുണ്ടാക്കിയിട്ടില്ല എന്നും, വലം തഹുമി, അവിടെ പക്ഷി കൂട് കെട്ടി മുട്ടയിട്ട് അടയിരുന്നിട്ടില്ല എന്നും അവർ തോന്നി എന്ന് പറഞ്ഞത് ഈ ചരിത്ര സംഭവത്തിലേക്ക് സൂചിക്കുക. ഖൗലുഹു ഫസ്സിദ്ഖു എന്ന് പറഞ്ഞാൽ സാഹിബു സിദ്ഖ്, സിദ്ഖിന്റെ മസ്തർ പറഞ്ഞിട്ട് സ്വാദിഖ് എന്ന ഇസ്മുഫായില ഉദ്ദേശമെങ്കിലും മുബാലകത്തിന് വേണ്ടി. അപ്പൊ സിദ്ഖിന്റെ അയിന് പോലെ സെയ്ദുൻ അദ്ലുൻ എന്ന് പറഞ്ഞ പോലെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ഖാണ്. ഓഹോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലം യരിമ എന്ന് പറഞ്ഞാൽ ലം യബ്റഹ വലം യൻഫക അൻഹു, ആ ഗുഹയിൽ എവിടെയും പോയിട്ടില്ല, അവർ അവിടെ തന്നെ ഉണ്ട്. ഫിൽ ഗാരി മിൻ അരിമി എന്ന് പറഞ്ഞാൽ, അരിമ എന്ന് പറഞ്ഞാൽ അഹദ്, ആരും. ഇനി ഇപ്പോ ബിസ്മി ഹംദ് സ്വലാത്ത് സലാം ഏകദേശം അവസാനിച്ചു. ഇനി വിഷയത്തിലേക്ക് ആദ്യം കിതാബ് ഒന്ന് പരിചയപ്പെടുത്തുക ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ. വഹാദിഹി അഖീദത്തുൻ സാനിയ സമ്മൈതുഹൽ ഖാരിദത്തുൽ ബാഹിയ ലതീഫത്തുൻ സാഗിറത്തുൻ ഫിൽ ഹജ്മി ലകിന്നഹാ കബീറത്തുൻ ഫിൽ ഇൽമി. ഇൻഷാ അല്ലാഹ് അബാഹും അടുത്ത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.